സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും കണ്ടൊരു പോസ്റ്റാണ്. 2024 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ഗ്ലോബൽ ഇ-വി സെയിൽസിൻ്റെ വോളിയമാണ്. സോ ഇതിൽ ഗ്ലോബൽ പ്ലെയേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ടെസ്ലയാണ് നമ്പർ 1. ടെസ്ല ഫ്രം US ഇന്ത്യയിൽ അവൈലബിൾ ആണ്. BYD ബിൽഡ് യുവർ ഡ്രീംസ്, BYD ഫ്രം ചൈന ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ജിലി ഈസ് ഫ്രം ചൈന, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഫോക്സ് യെസ്, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ദെൻ SGMW SAIC മോട്ടോഴ്സ്, ജനറൽ മോട്ടോഴ്സ് ആൻഡ് വോലെൻ ചൈനീസ് മാനുഫാക്ചറർ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഹണ്ടേ കൊറിയൻ മാനുഫാക്ചറർ, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. BMW ജർമ്മൻ, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. GAC അഗൈൻ ചൈനീസ് മാനുഫാക്ചറർ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. Stellantis is a group of companies, Fiat, Chrysler and PSA. Fiat Chrysler ഫിയറ്റ് വരും, ക്രൈസ്ലർ വരും, ജീപ്പ് വരും. സോ ജീപ്പ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ജീപ്പ് ഇന്ത്യ പാർട്ട് ഓഫ് സ്റ്റെല്ലാൻഡിസ് നൗ മെർജറിന് ശേഷം. ദെൻ PSA ഗ്രൂപ്പിൽ പൂജോ, സിട്രോൺ അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുണ്ട്. സിട്രോൺ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പിജോ ഇന്ത്യയിൽ വന്നിട്ട് പോയി വർഷങ്ങൾക്ക് മുൻപ്. ദെൻ മെർസിഡീസ് അഗെയിൻ ജർമ്മൻ, അവൈലബിൾ ഇൻ ഇന്ത്യ. ചാങ്കൻ ഈസ് എ ചൈനീസ് മാനുഫാക്ചറർ, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ദെൻ സായിക് മോട്ടോഴ്സ് യെസ്, സായിക് മോട്ടോഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. MG മോട്ടോഴ്സ് ആണ് സായിക് മോട്ടോഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. നൗ MG മോട്ടോഴ്സ് JSW ആയിട്ടുള്ള അലയൻസിൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇപ്പോൾ ആയിട്ടുള്ള JSW സ്റ്റീൽസ്, അവരാണ് ഇപ്പോൾ സായിക് മോട്ടോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. ദെൻ ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പോയി US. നിയോ അറിയില്ല, കേട്ടിട്ടേ ഇല്ല നിയോയെ കുറിച്ച്. ഇറ്റ് ക്യാൻ ബി എ ചൈനീസ് മാനുഫാക്ചറർ. ചെറി ചൈനീസ് മാനുഫാക്ചറർ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ലീപ്പ് മോട്ടോർ അറിയില്ല, കേട്ടിട്ടേ ഇല്ല, ചൈനീസ് മാനുഫാക്ചറർ ആയിരിക്കും. ടൊയോട്ട യെസ്, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ടൊയോട്ട ജാപ്പാനീസ് കമ്പനി. ദെൻ ഡോങ്ഫാങ് ചൈന തന്നെ ആയിരിക്കും, കേട്ടിട്ടില്ല. സ്പെങ് അല്ലെങ്കിൽ ചീപെങ്, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നറിയത്തില്ല, ചൈനീസ് ആയിരിക്കും. യുഎസ് ഷെയർ മാർക്കറ്റിലൊക്കെ എക്സ്പെങ്ങിൻ്റെ അല്ലെങ്കിൽ സ്പെങ്ങിൻ്റെ ഷെയർസ് കണ്ടിട്ടുണ്ട്, ബട്ട് വെഹിക്കിൾ കണ്ടിട്ടില്ല എങ്ങും. FAW കേട്ടിട്ടില്ല. റെനോ ഈസ് ഫ്രഞ്ച് മാനുഫാക്ചറർ, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ദെൻ ബേക്ക് ചൈനീസ് മാനുഫാക്ചറേഴ്സ്, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. മിഡിൽ ഈസ്റ്റ് റീജിയണൽസിൽ അവൈലബിൾ ആണ്. ബേക്കിൻ്റെ BJ40 എന്ന് പറയുന്ന ഒരു SUV ഉണ്ട്, നമ്മളുടെ മഹീന്ദ്ര ബൊലേറോ ഒക്കെ ആയിട്ട് വളരെയധികം സിമിലാരിറ്റീസ് വരുന്ന വെഹിക്കിളാണ്. ആ BJ40 എടുത്തിട്ടാണ് ആൾക്കാർ അപ്കമിങ് ബൊലേറോ എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാർ അപ്കമിങ് ബൊലേറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാറുള്ളത്. ലോഗോ ഒക്കെ ചേഞ്ച് ചെയ്ത് ഭയങ്കര തന്നെയാണ്, പക്ഷേ അത് BJ40 ദെൻ നിസാൻ ഈസ് ഫ്രം ജപ്പാൻ, ഇന്ത്യയിലുണ്ട്. ഷാവോമി ഫ്രം ചൈന, ഇന്ത്യയിൽ ഇല്ല. ഫോർഡ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പോയി, മൺമറഞ്ഞു പോയി. ഫോർഡ് മോട്ടോഴ്സ് അമേരിക്കൻ ആണ്. ഫോർഡ് മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റുകളുമായാണ് തിരിച്ചു വരുന്നു എന്ന് കേട്ടത്. അതായത് മസ്താങ്ക്, ഫോർഡ് എൻഡവർ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അവരുടെ US മാർക്കറ്റിൽ ബിൽഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിന് ഒഫീഷ്യലി ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. നെക്സ്റ്റ്, ടാറ്റ മോട്ടോഴ്സ്. അങ്ങനെ ഇന്ത്യൻ കമ്പനി 26ാം സ്ഥാനം. ടാറ്റ മോട്ടോഴ്സ് ഗ്ലോബൽ OEMന്റെ EV സെയിൽസിൽ ഇടം നേടിയിരിക്കുകയാണ്. പ്രൗഡ് ഓഫ് ടാറ്റ മോട്ടോഴ്സ്. നെക്സ്റ്റ് ഈസ് ഗ്രേറ്റ് വാൾ മോട്ടോർ ഇന്ത്യയിലേക്ക് എൻട്രി ആകാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച്
ബോർഡറിൽ ടെൻഷൻ വന്നതോടുകൂടി നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. മഹാരാഷ്ട്ര ഗവൺമെന്റ് ആയിരുന്നു ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിന് കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഐ തിങ്ക് 2018 ഓട്ടോകാർ ഓട്ടോ എക്സ്പോ, ഡൽഹിയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ മേജർ സ്റ്റോഴ്സ് ഗ്രേറ്റ് വാൾ മോട്ടോഴ്സിന്റെ ആയിരുന്നു. ബട്ട് ഇന്ത്യ ചൈന ബന്ധം കുറച്ച് വഷളായ സിറ്റുവേഷനിൽ വന്നപ്പോഴത്തേക്കും മഹാരാഷ്ട്ര ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് ഇങ്ങനെ ഒരു കമ്പനിയായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡീൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് വന്നില്ല. ചൈനീസ് ആണ്. വിൻഫാസ്റ്റ് ഈസ് ഫ്രം വിയറ്റ്നാം. കുറേയധികം ഇന്ത്യക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വിൻഫാസ്റ്റിൽ. വിൻഫാസ്റ്റ് ട്രിച്ചിയിൽ ഇന്ത്യയിൽ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സ്ഥലം എടുത്തിട്ടുണ്ട്, പ്രൊഡക്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്ലാനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് ഇതുവരെ ഇന്ത്യയിൽ ആക്റ്റീവ് ആയിട്ടില്ല. സോ വിൻഫാസ്റ്റ് ഈസ് ഫ്രം വിയറ്റ്നാം. റിവിയാൻ അഗെയിൻ അറിയില്ല, ചൈനീസ് മാനുഫാക്ചർ ആയിരിക്കും. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റോക്സിൽ കണ്ടിട്ടുണ്ട് റിവിയാൻ. ദെൻ ഹോണ്ട ഈസ് ഫ്രം ജപ്പാൻ. ഹൊസോൺ അറിയില്ല, ചൈനീസ് ആയിരിക്കും. സീരീസിനെ കുറിച്ച് കേട്ടിട്ടില്ല, ചൈനീസ് ആയിരിക്കാനാണ് സാധ്യത. ദെൻ നെക്സ്റ്റ് ഈസ് സ്റ്റോക്ക്, ചൈനീസ് ആയിരിക്കും, കേട്ടിട്ടില്ല. ജെ.എസ്.സി ഒരു ചൈനീസ് മാനുഫാക്ചറർ ആണ്, കേട്ടിട്ടുണ്ട്. സുബാറു ഈസ് ഫ്രം ജപ്പാൻ, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. KGF എന്നൊക്കെ പറയുന്ന പോലെ KGM ചൈനീസ് ആയിരിക്കും, കേട്ടിട്ടില്ല, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ലി ഓട്ടോ അഗെയിൻ ഷെയർസിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ലി ഓട്ടോ ഈസ് നോട്ട് ഇൻ ഇന്ത്യ. ലൂസിഡ് കേട്ടിട്ടില്ല, എന്തായാലും ചൈനീസ് മാനുഫാക്ചർ തന്നെ ആയിരിക്കും. മഹീന്ദ്ര, അങ്ങനെ ഇന്ത്യയുടെ രണ്ടാമത്തെ മാനുഫാക്ചറേഴ്സ് ഗ്ലോബൽ EV സെയിൽസ് വോളിയത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഓക്കെ, ഹാപ്പി ടു സീ ദാറ്റ്. നെക്സ്റ്റ് ഇസ് മിത്സുബിഷി. ഓ മൈ ഗോഡ്, ജാപ്പനീസ് കമ്പനിയായ മിത്സുബിഷി മഹീന്ദ്രയ്ക്ക് തൊട്ട് താഴെയുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ പല ഗ്ലോബൽ OEMസിനെയും താണ്ടി മേലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ടാറ്റ മോട്ടോഴ്സ് നോക്കിയാൽ ഫോർഡിന്റെ തൊട്ട് താഴെയുണ്ട്, മഹീന്ദ്ര മിത്സുബിഷിയുടെ മുകളിലുണ്ട്. ഓക്കെ, മിത്സുബിഷി ഫ്രം ജപ്പാൻ. മസ്ദ ഈസ് ഫ്രം ജപ്പാൻ. ജിഡോ അറിയില്ല, കേട്ടിട്ടേ ഇല്ല. ഇറ്റ് ക്യാൻ ബി എ ചൈനീസ് കമ്പനി. താങ്ക് യു. അപ്പോൾ എനിക്കറിയാത്ത മാനുഫാക്ചറേഴ്സ് ഒക്കെ, ഞാൻ ഈ പറഞ്ഞിട്ടില്ലാത്ത മാനുഫാക്ചറേഴ്സ് ഒക്കെ ഏത് രാജ്യത്ത് നിന്നാണ്, നിങ്ങൾക്ക് ഈ വണ്ടികൾ കണ്ടിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യുക. താങ്ക് യു.